നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കാലങ്ങളായി ഇലക്ഷൻ നടന്നിട്ടുണ്ട്. ആ ഇലക്ഷനിലൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ കൊള്ളാവുന്നവരാണ് മത്സരിച്ചിട്ടുള്ളത്. അത് UDFിലായാലും LDFിലായാലും BJPയിലായാലും. എന്ന് വെച്ചാൽ BJPയിൽ BDJS ചേർന്നപ്പോൾ പോലും ആ മത്സരിക്കുന്ന ആളുകൾക്കൊരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു അസംബ്ലി ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഒരു ക്ലാസ്, ഒരു ലെവൽ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ജെട്ടി സാബു രംഗപ്രവേശം ചെയ്തതോടുകൂടി ആ ക്ലാസ് എല്ലാം മാറി. ഇപ്പോൾ ആ സാബു സാറിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ നിലവാരത്തിലേക്ക് കാര്യങ്ങൾ മൊത്തം കിടക്കുന്നൊരവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ ക്ലച്ച് പിടിച്ചു വന്ന ഒരാളാണ് സാക്ഷാൽ ദാണ്ട് ഈ മുതൽ. ദേ ഒന്ന് കേൾക്കാം. ഇന്നലകളിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തിലെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, അവർ ഞാൻ ഈ 2020 ഇന്ത്യയുടെ ഭാഗമായ ആ നിമിഷം, ആ മൊമെന്റിൽ അവരെന്നെ തെറി വിളിക്കാൻ തുടങ്ങി. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരാൾക്കാർ എല്ലാം തന്നെ ഞാൻ BJPയുമായി ചേർന്നു എന്ന് പറഞ്ഞ് അവരെന്നെ തെറി വിളിക്കാൻ തുടങ്ങി. കാശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട, വെടിയേറ്റ് മരണപ്പെട്ട അല്ലെങ്കിൽ വീരമൃത്യു അടഞ്ഞ രാമേന്ദ്രേട്ടന്റെ വീട്ടിൽ ഞാൻ പോയി ഒരു ഫോട്ടോയുടെ സ്റ്റോറി ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടു. അതിന്റെ അടിയിൽ വന്നിട്ട് തെറി വിളിക്കുകയാണ്. നിങ്ങൾ എന്നെ വ്യക്തിപരമായിട്ട് തെറി വിളിച്ചോ, ഞാൻ ആ വീട്ടിൽ പോയ ഒരു ഫോട്ടോ ഇടുമ്പം നമ്മുടെ ഈ രാജ്യത്ത് മതം നോക്കി, മറ്റേ പലരും പറയുന്ന കണക്ക് അല്ലെങ്കിൽ മുണ്ട് പൊക്കി നോക്കി വെടിവെച്ച് കൊന്ന ഒരു ഇന്ത്യൻ പൗരൻ, ഒരു മലയാളിയെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ പോയി അവരെ കണ്ട ഒരു ഫോട്ടോ കണ്ടിട്ട് പോലും ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ ഫോട്ടോ ഇടയിൽ വന്ന് ഇവർ തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ആണ് ഇതിനെയൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്. BJPയെ എതിർക്കാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷ വർഗീയത ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ട് മുസ്ലിം സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ജനതയെ കൂടി ഈ കോൺഗ്രസ്സുകാർ മോശമാക്കി മാറ്റുകയാണ്. ഇത് കേൾക്കുന്ന അറിയാത്ത ആളുകൾ വിചാരിക്കും ഈ കമൻറ്റിനകത്താണ് ആദ്യമായിട്ട് പുള്ളി തെറി കേൾക്കുന്നതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൊട്ടാരക്കരയിലും ഇയാൾ ജീവിക്കുന്നതിൻ്റെ ചുറ്റുപാടും ഇയാളെ തെറി വിളിക്കാത്ത ഒരാൾ പോലും ഇല്ല. എല്ലാവരും തെറി വിളിച്ചിട്ടുണ്ട്. കാരണം ഏത് പാർട്ടിയിൽ നിന്നാലും ഏതവസ്ഥയിൽ നിന്നാലും പണ്ടെങ്ങോ ഒരു കയ്യബദ്ധത്തിന് ഒരു TV ചാനൽ പരിപാടിയിൽ ആരാണ്ടെല്ലാം കൂടെ വോട്ട് ചെയ്ത് ഏതാണ്ടൊക്കെ ആണെന്ന് ഇയാൾ അന്നത്തെ കാലത്തിലെ, ഒരു കാലത്ത് മംഗളവും മനോരമയൊക്കെ ഹിറ്റായിരുന്ന ഒരു കാലമുണ്ടല്ലോ. മംഗളത്തിലെ സുധാകർ മംഗളോദയത്തിൻ്റെ കിണറ്റിൽ വീണ അവൾ എന്നൊക്കെ പറയുന്ന നോവൽ ഹിറ്റായിരുന്നത് പോലെ ഏതോ കാലത്ത് ഹിറ്റായി അന്നത്തെ സാഹചര്യത്തിൽ അബദ്ധത്തിന് സംഭവിച്ച ഒരു കയ്യബദ്ധത്തിൽ എന്തോ ആയി എന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരാൾ പോലും, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൂടയ്ക്ക് പോലും മൈൻഡ് ചെയ്യുന്ന ഒരു മുതലല്ല ഈ മുതലെന്ന് പറയുന്നത്. ചീത്ത വിളിക്കാത്ത ആരാ ഉള്ളത്? ഒരു സിനിമ നിർമ്മിക്കാനോ സംവിധാനം ചെയ്യാനോ ഇറങ്ങി അതിൻ്റെ നിർമ്മാതാവ് അതിനകത്ത് പങ്കെടുത്തവർ മൊത്തം ചീത്ത വിളിച്ചു. നമ്മുടെ വടക്കങ്ങാണ്ടുള്ള തൊപ്പി വന്ന് നേർക്ക് നേരെ ഇരുന്ന് ഈ തന്തയ്ക്കും തെറിയും വിളിക്കുന്നത് കേരളം മുഴുവൻ കേട്ടതാണ്. ഇടയ്ക്ക് വെച്ച് പുള്ളി കോൺഗ്രസ് കൂടാരത്തിലൊന്ന് കയറി പറ്റാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്തു? ഒരു കമ്പ്യൂട്ടറിൻ്റെ കണക്കും എല്ലാം കൂടെ ഇറക്കി LDFിൻ്റെയും പിണറായി വിജയനെതിരെ ഇറങ്ങി അവരെല്ലാം കൂടെ തെറി വിളിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് കോൺഗ്രസ്സിന് സീറ്റ് കിട്ടിയാൽ മുസ്ലിം വോട്ട് വേണമല്ലോ എന്നോർത്ത് നരേന്ദ്രമോദി ഏതാണ്ടിന് കുറച്ച് ചീത്ത പറഞ്ഞ് BJPക്കാരെല്ലാം കൂടെ വയറ് നിറച്ചും കൊടുത്തു. എന്ന് വെച്ചാൽ ഈ കൊട്ടാരക്കര അസംബ്ലി മണ്ഡലത്തെ നിങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ പറയേണ്ടത്, അതായത് നമ്മൾ സാറിന് പറയുമല്ലോ മഹാഭൂരിപക്ഷം പേരും തോട്ടം തൊഴിലാളികളാണ്, കർഷകരാണ്, കച്ചവടക്കാരാണെന്ന് പറയുന്ന പോലെ കൊട്ടാരക്കര മണ്ഡലം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന മുതലിനെ ചീത്ത വിളിച്ചിട്ടുള്ള ആളുകൾ മാത്രം അധിവസിക്കുന്ന ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ പേരാണ് കൊട്ടാരക്കര എന്ന് പറയുന്നത് എന്ന് വേണേൽ പറയാം. പിന്നെ കോൺഗ്രസ്സിനകത്ത് ഇതും പറഞ്ഞ് ചാടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ CPMലൊന്നും വലുതായിട്ട് ആരും അടുപ്പിക്കത്തില്ല. കോൺഗ്രസ്സിൽ പിന്നെ രമേശ് ചെന്നിത്തല സാർ ഇരിപ്പുണ്ട്, പുള്ളിയുടെ കൂടെ പോയിരുന്ന് ചായ കുടിച്ചു, 2 പടം ഇട്ടു, ഇതൊക്കെ ഇട്ടെന്നുള്ളതല്ലാതെ വേറൊരു കാര്യമില്ല. അതുകൊണ്ട് ഇതിനകത്ത് കമൻ്റ് എഴുതുന്ന മുസ്ലിങ്ങളൊന്നുമല്ല. പിന്നെ രാമേന്ദ്രൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും അതിൽ നിലപാട് സ്വീകരിച്ചവരാണ്. രാമേന്ദ്രൻ്റെ മോള് തന്നെ അന്ന് മുസ്ലിം സഹോദരന്മാർ സഹായിച്ചതിൻ്റെ കഥയൊക്കെ പറഞ്ഞതൊക്കെ പിന്നെ കണ്ടു കാണും, ഓർമ്മയുണ്ടെങ്കിൽ. ഏതവസ്ഥയിലാണ് പുള്ളി ജീവിക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വല്ലപ്പോഴുമൊക്കെ ഓർമ്മ വരുത്തോളം എന്നൊക്കെ വിചാരിക്കും. സത്യത്തിൽ ഇയാൾ ആരാന്നറിയോ? ഈ നരിയായും പുലിയായും മാനായും പട്ടിയായും പന്നിയായും ഒക്കെ അവതരിപ്പിക്കുന്ന ചില കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണോ ആകുന്നത് അതിലെ ഏറ്റവും താഴ്ന്ന പടിയിലുള്ള ഉൽപ്പന്നം ഏതാണോ ആ ലെവലിലേക്ക് താഴാൻ കഴിയുന്ന ഒരു ക്ലാസ്സിൽ വരുന്ന ഒരു മഹാനായ അവറുകളാണ് ഇദ്ദേഹം. കണ്ടില്ലേ? വേറൊരു ഇൻ്റർവ്യൂ നോക്ക് പുള്ളിയുടെ. ചിന്തിക്കുക വേണ്ട, അത്
വരത്തില്ല. കാര്യം അത് വരരുതെന്ന് ആഗ്രഹിക്കുന്നത് BJP-ക്കാർ തന്നെ. അതുകൊണ്ടാണ് അത് ഇപ്പൊ ഞാൻ വേണമെങ്കിൽ BJP-ക്ക് വരാലോ. വരത്തില്ല. ഇത് BJP ഇതാണ് ഇയാളുടെ ഒരു സാധനം. ഇനി വേറൊരു സാധനം കാണിച്ചത്, വേറൊരു നിലപാടിൻ്റെ നിറകുടമാണ് ഇയാൾ. നിലപാടുകളുടെ നിറകുടം ദേ നോക്ക്. ഇനിയും പാടി 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 എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചോളാം. ഞാൻ പണ്ടും ഒരുപാട് സ്വന്തമായിട്ട് ജയിക്കും നോക്കും എന്നുള്ളതെന്നല്ല, എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി. ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളയ്ക്കാതെ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലുമില്ല. ഇതാണ് നിലപാടിൻ്റെ നിറകുടം. മനസ്സിലായ പറഞ്ഞ. അപ്പോൾ യഥാർത്ഥത്തിൽ കേരള സമൂഹത്തെയും പൊതുസമൂഹത്തെയും നിങ്ങളിലെ പറഞ്ഞതുപോലെ മുണ്ട് പൊക്കി കാണിക്കുന്നത് പോലത്തെ ഒരു നിലപാടിൻ്റെ തറ സ്വഭാവം പുറത്തെടുത്ത ഒരാളാണ്. പിന്നെ പുള്ളിക്കിത് ലാഭമാണ്, സാബുവിന് ലാഭമാണ്. സാബുവിൻ്റെ അടുത്ത് കുറച്ച് ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ ഇറക്കാൻ പറഞ്ഞു. സാബു എല്ലാ സ്ഥലത്തും നടന്ന് ഇല്ല, പണ്ട് ഈ സിനിമയിലൊക്കെ പാട്ടുരംഗത്തിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റുകൾ വരുന്ന പോലെ കുറേ പേരെ രംഗത്തിറക്കി. കുറച്ച് പേരൊന്നും വോട്ടർ പട്ടികയിലില്ലായിരുന്നു. പുള്ളിക്കൊക്കെ സീറ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങ് എവിടെ, മല്ലായിക്കരയിലെങ്ങാണ്ടാണ് കൊടുത്തിരിക്കുന്നത്. പുള്ളിയുടെ സ്ഥലത്തൊന്നും കൊടുത്തിട്ടില്ല. പുള്ളിക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് പുള്ളി മത്സരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് അറിയാം ഇതിൻ്റെ ഒരു ബാക്കി പത്രം എന്താണെന്ന്. പിന്നെ പുള്ളി എന്താ തീരുമാനിക്കുന്നത്, ഈ ഇലക്ഷൻ വരെ ഇങ്ങനെ സജീവമായിട്ട് ഇതിൽ നിറഞ്ഞു നിൽക്കണമല്ലോ, ന്യായമൊക്കെ പറഞ്ഞു. അതാണ് പുള്ളിക്ക് ഇഷ്ടം. വേണമെങ്കിൽ പുള്ളി മത്സരിക്കുന്നിടത്ത് തൊപ്പിയെ എതിർ സ്ഥാനാർത്ഥിയാക്കിയാൽ പുള്ളി പ്രചരണത്തിന് പോലും വരത്തില്ല. കാരണം തൊപ്പിയാണ് പുള്ളിക്ക് കൊടുക്കാൻ, പുള്ളി മരുന്നറിയാവുന്നതും തൊപ്പിയാണ്. ഞാൻ തൊപ്പിയോട് മാപ്പി ചോദിക്കുന്നു. പണ്ട് തൊപ്പി വന്നാണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ നല്ലവനും തൊപ്പി എന്തോ നിലവാരമില്ലാത്ത ആളാണെന്ന്. പക്ഷേ തൊപ്പിയാണ് മിടുക്കൻ. ആ തൊപ്പി കൈകാര്യം ചെയ്യപ്പെട്ട ആളാണ് ഈ ഇരിക്കുന്നത്. പുള്ളിയാണ് മുസ്ലിങ്ങളുടെ വർഗീയതയും കമൻ്റ് എഴുത്തിനെക്കുറിച്ചും പറയുന്നത്. ആദ്യം തനിക്കൊരു നിലപാടുണ്ടാകും, തനിക്കൊരു അന്തസ്സുണ്ടാകും.